ഇനി എന്റർടൈൻമെന്റ് ന്യൂസ് നോക്കാം. തമിഴ് താരം ധനുഷിനെ നായകനാക്കി തെലുങ്ക് സംവിധായകൻ ശേഖർ കമ്മൂല ഒരുക്കുന്ന ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം കുബേര കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ്. ചിത്രം ആഗോള റിലീസായി ജൂൺ 20 പ്രദർശനത്തിനെത്തും. തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയും പ്രധാന വേഷം ചെയ്യുന്ന ചിത്രത്തിലെ നായികാവേഷം ചെയ്യുന്നത് രശ്മി മന്ദാനയാണ്. സുനിൽ നാരംഗ്, പുഷ്കർ റാം, മോഹൻ റാവു എന്നിവർ ചേർന്ന് ശ്രീ വെങ്കടേശ്വര സിനിമാസ് LLP, അമിഗോസ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം പോലീസ് കഥ പറയുന്ന ഷാഹി കബീർ ചിത്രം റോന്തിന് മികച്ച പ്രതികരണം. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം രാത്രി പെട്രോളിംഗിനിറങ്ങുന്ന 2 പോലീസുകാരുടെ ജീവിതമാണ് റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽ സിനിമാസിന് വേണ്ടി സംവിധായകൻ രതീഷ് അമ്പാട്ട്, രഞ്ജിത്ത് EVയും ജോജോ ജോസ് എന്നിവരും ജഗ്ലി പിക്ചേഴ്സിന് വേണ്ടി വിനീത് ജെയിനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. സുധീക് കോപ്പ, അരുൺ ചെറുകാവിൽ, കൃഷ കുറുപ്പ്, നന്ദനുണ്ണി തുടങ്ങിയവരും ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന വ്യാസന സമേതം ബന്ധുമിത്രാദികൾ ഇന്ന് തിയേറ്ററുകളിൽ. S. വിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രൊമോയ്ക്ക് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. വാഴ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം WBTS പ്രൊഡക്ഷൻസ് തെലുങ്കിൽ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻസ് സിനിമയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന 2ാമത്തെ ചിത്രമാണിത്. ബൈജു സന്തോഷ്, അസീസ് നെടുമങ്ങാട്, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, നോബി എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന ചിത്രം ദ പ്രൊട്ടക്ടറിന്റെ ടീസർ പുറത്ത്. ഇന്നാണ് ചിത്രത്തിന്റെ റിലീസ്. പോലീസ് വേഷത്തിലാണ് ഷൈൻ ചിത്രത്തിൽ എത്തുന്നത്. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് ടീസർ നൽകുന്ന സൂചന. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു നിർമ്മിച്ച് GM മനുവാണ് ചിത്രം സംവിധാനം ചെയ്തത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാചകം ടാഗ് ലൈനാക്കിയായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത്. ബോളിവുഡ് താരം അക്ഷയ് കുമാർ നായകനായ ചിത്രം കേസരി 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാ ബാഗ് OTT-യിലേക്ക്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം OTT-യിലേക്ക് എത്തുന്നത്. ഏപ്രിൽ 18 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. കുട്ടികളിലെ സ്ക്രീൻ സമയത്തെപ്പറ്റിയും മൊബൈൽ ദുരുപയോഗത്തെപ്പറ്റിയും പറയുന്ന മലയാള ചലച്ചിത്രം ഈ വലയം ഇന്ന് പുറത്തിറങ്ങും. രേവതി S. വർമ്മയാണ് ചിത്രം സംവിധാനം ചെയ്തത്. പുതുമുഖ നടി അസ്ലി ഉഷയാണ് ഈ വലയത്തിലെ നായിക. രഞ്ജി പണിക്കർ, നന്ദു, മുത്തുമണി, ഷാലു റഹീം, സാന്ദ്ര നായർ, അക്ഷയ് പ്രശാന്ത്, സിദ്ര, മാധവ് ഇളയിടം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. ചിത്രം പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയുമാണ്. നോമോഫോബിയ എന്ന വിദഗ്ധർ വിളിക്കുന്ന മാനസിക രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം കൂടിയാണ് ഈ വലയം. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ചിത്രം പ്രേമലുവിന്റെ 2ാം ഭാഗം വൈകുമെന്ന് റിപ്പോർട്ട്. ചിത്രത്തിന്റെ സഹനിർമ്മാതാവും സംവിധായകനുമായ ദിലീഷ് പോത്തനാണ് 2ാം ഭാഗം വൈകുമെന്ന് അറിയിച്ചത്. നസ്ലിനും മമിത ബൈജുവുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്ത മാസങ്ങൾക്ക് ശേഷം മലയാള ചിത്രം ദാസേട്ടന്റെ സൈക്കിൾ OTT-യിൽ. ഹരീഷ് പേരടിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഫാമിലി ഡ്രാമയായ ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഡിജിറ്റൽ പ്രീമിയറോടെ കൂടുതൽ പ്രേക്ഷകരെ ദാസേട്ടന്റെ സൈക്കിൾ ആകർഷിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. അഖിൽ കാവുങ്ങൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണവും ഹരീഷ് പേരാടി തന്നെയാണ്. ഇനി മറ്റുള്ള വാർത്തയിലേക്ക്.